അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരുടെ DNA റിസൾട്ടുകളിൽ ഇരട്ടിപ്പ്. 4 മൃതദേഹങ്ങളുടെ DNA പരിശോധന വീണ്ടും നടത്തും. 87 യാത്രക്കാരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതുവരെ 47 മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നു. അതേസമയം പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടെ ലഭിക്കുമെന്നാണ് സൂചന. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഭൗതിക ശരീരം ഇന്ന് രാജ്കോട്ടിലേക്ക് പ്രത്യേക വിമാനത്തിൽ കൊണ്ടുപോകും. വിമാനാപകടത്തിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി ശരത് ലാലാണ് അഹമ്മദാബാദിൽ നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, ആദ്യം തന്നെ ഈ മൃതദേഹങ്ങളിൽ ഇരട്ടിപ്പ് അല്ലെങ്കിൽ DNA പരിശോധനാ ഫലത്തിൽ ഇരട്ടിപ്പ് വന്നത് എങ്ങനെയാണ്? എന്താണ് അവിടുത്തെ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? ബിനിൽ, ഇത് ഇന്നലെയും ഇത് സംഭവിച്ചിരുന്നു. കാരണം ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്നതാണ് ഇതിൻ്റെ വിശദീകരണമായി ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ കത്തിക്കരിച്ച മൃതദേഹങ്ങൾ എടുക്കുമ്പോഴും അതിനെ തന്നെ അവിടെ നിന്ന് സ്പോട്ടിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും മാംസഭാഗങ്ങൾ മിക്സ് ചെയ്തു പോയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നല്ല വിശദീകരണം. അത് ഒഴിവാക്കാനുള്ള കൂടുതൽ കരുതൽ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഹാൻഡ് ഓവർ ചെയ്ത ഒരു രണ്ട് ബോഡി പാർട്സ് ഹാൻഡ് ഓവർ ചെയ്തു എന്നത് സംബന്ധിച്ച പരാതി ഉയർന്നിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്ത് ഇന്നും ഈ രീതിയിലുള്ള ഒരു പ്രശ്നം DNA ടെസ്റ്റിൽ വന്നത്. 4 മൃതദേഹങ്ങളാണ് ഇരട്ടിപ്പ് കണ്ടെത്തിയത്. ഇത് വീണ്ടും DNA സാമ്പിളുകൾ വീണ്ടും എടുത്ത് പരിശോധന നടത്തുകയാണ്. അതേപോലെ തന്നെ മലയാളിയായ നേഴ്സിൻ്റെ DNA ഫലം ഇന്ന് ഉച്ചയോടെ ലഭിക്കുമെന്നാണ് സഹോദരൻ വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ നാളെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. വിവിധ ഏജൻസികൾ ദുരന്ത സ്ഥലത്ത് നടത്തുന്ന പരിശോധന തുടരുകയാണ്. ഇന്ന് ബോയിങ്ങിൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ എയർ ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ദുരന്ത സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു. ബിനിൽ, ഏതായാലും അല്പസഹിതം ഞാനിപ്പോൾ നിൽക്കുന്നത് മോർച്ചറിക്ക് മുമ്പിലാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടെയാണ് രഞ്ജിത അടക്കമുള്ള മുഴുവൻ പേരുടെയും മൃതദേഹങ്ങൾ DNA ടെസ്റ്റിന് വേണ്ടി നടത്തി സൂക്ഷിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ 47 മൃതദേഹങ്ങളാണ് ഇതുവരെ വിട്ടു നൽകിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മൃതദേഹങ്ങൾ ഇപ്പോൾ ആംബുലൻസിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ തന്നെയാണ് വിജയ് രൂപാനിയുടെയും മൃതദേഹമുള്ളത്. അത് 11:30 മണിയോടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഇവിടെ നിന്ന് വിലാപയാത്ര എയർപോർട്ടിൽ നിന്ന് രാജ്ഘട്ടിലേക്കും കൊണ്ടുപോകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കനത്ത സുരക്ഷയാണ് അതുകൊണ്ട് തന്നെ ആശുപത്രിയും പരിസരത്തിലും ഉള്ളത്. ഒരു ഭാഗത്ത് ആശുപത്രി ഭാഗത്ത് സർക്കാർ തന്നെ അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള സെറിമോണികൾ ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും 11:30 മണിക്ക് ശേഷം മാത്രമായിരിക്കും രൂപാനിയുടെ മൃതദേഹം പുറത്തേക്കെടുക്കുക. രാജ്കോട്ടിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. ശരത്ത്, ഇനി അറിയേണ്ടത് നമ്മുടെ രഞ്ജിത, പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള രഞ്ജിതയുടെ സഹോദരൻ ഉൾപ്പെടെ അവിടെ ഉണ്ടല്ലോ. അദ്ദേഹം DNA സാമ്പിളിങ്ങിന് വേണ്ടി അവിടെ എത്തിയതായിരുന്നു, നൽകി. ഇന്ന് തന്നെ ഈ പരിശോധനാ ഫലം പുറത്തു വരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, രഞ്ജിതയുടെ സഹോദരൻ നമ്മളോട് ഇന്ന് രാവിലെ അറിയിച്ചത്, ന്യൂസ് മലയാളം അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ സൂപ്രണ്ട് വിളിച്ചിരുന്നു സിവിൽ ആശുപത്രിയുടെ. ഇന്ന് ഉച്ചക്കും വൈകുന്നേരത്തോടുകൂടി DNA ഫലം ലഭിക്കുമെന്നതാണ് അദ്ദേഹത്തെ അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 12 മണിയോടുകൂടി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തോട് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. DNA ഫലം ലഭിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ രേഖകൾ ഒപ്പിടേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നാളത്തെ വിമാനത്തിൽ തന്നെ ബോംബെ മാർഗം നാളെ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളാണ് കേരള സമാജവും അതുപോലെ തന്നെ എയർ ഇന്ത്യ അധികൃതരും ചെയ്യുന്നത്. ഇന്ന് മൃതദേഹം വിട്ടുകിടന്ന് അനുസരിച്ചായിരിക്കും നാളത്തെയുള്ള മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നാളത്തെയുള്ള പരിപാടിയുടെ അന്തിമമായ തീരുമാനമുണ്ടാകുന്നത്. പക്ഷേ ഈ മൃതദേഹങ്ങളിൽ ഇരട്ടിപ്പ്, DNA ടെസ്റ്റിലെ ഇരട്ടിപ്പ് വളരെ കാലതാമസം വരുത്തുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മൃതദേഹങ്ങൾ DNA ഇരട്ടിപ്പുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ DNA പരിശോധന ഫലം വൈകിട്ടോ രാത്രിയോ ആയാൽ പിന്നെ അത്ഭുതപ്പെടാനില്ല. ബിനിൽ പോത്തൻ. ശരി, അപ്പോൾ DNA പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് രഞ്ജിതയുടെ മൃതദേഹം കൂടി സഹോദരന് കൈമാറും. അതിനുശേഷമായിരിക്കും അത് മുംബൈ വഴി കേരളത്തിലേക്ക് എത്തിക്കുക, കൊച്ചിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശരത് ലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ DNA പരിശോധന 4 മൃതദേഹ ഭാഗങ്ങളിലാണ് DNA പരിശോധനാ ഫലം ഇരട്ടിച്ച് കണ്ടത്. അത് വീണ്ടും DNA പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ആശയക്കുഴപ്പം പരിഹരിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ തന്നെ പല മൃതദേഹ ഭാഗങ്ങളും
മാത്രമായിട്ടാണ് കിട്ടിയത്. പൂർണ്ണാർത്ഥത്തിൽ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നില്ല. അത്ര വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നത്. അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ.